അല്ല, ഈ ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഔട്ട്സൈഡ് പോയി ഫുഡ് കഴിക്കുന്നത് ശരിയാണോ? ഇത് തന്നെയാണ് മിക്ക പേരും ചെയ്യുന്ന മിസ്റ്റേക്ക്. അതായത് ഒരു മീൽ പോലും ഔട്ട്സൈഡിൽ നിന്ന് കഴിച്ചാൽ ഞാൻ ഇതുവരെ ചെയ്ത ഡയറ്റ് എല്ലാം പോയി, എൻ്റെ എഫേർട്സ് എല്ലാം ഇല്ലാതായി എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഡയറ്റിൽ ഒരു 80-20 എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അതായത് 80% ഓഫ് ദ ടൈം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഗോൾസിന് മാച്ച് ആവുന്ന രീതിയിലായിരിക്കണം. 20% അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് മാറിപ്പോയാലും അത് നിങ്ങളുടെ ഓവറോൾ കാലറിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡയറ്റിൽ തീരെ വറീഡ് അല്ല, ഡയറ്റ് ഒന്നും നോക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർ ഡയറ്റിൽ ഹൈലി ഒബ്സസ്ഡ് ആണ്. ഇത് രണ്ടും ഫിറ്റ്നസ് അല്ല. ഇതിൻ്റെ നടുക്കൊരു ബാലൻസ് ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഇതാണ് ശരിക്കും വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കാൻ പറ്റുള്ളൂ. ഹോപ്പ് ദിസ് ഹെൽപ്സ്.